ഒന്നാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദി ഉണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. ഹലോ എവരിവൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ക്ലാസ് 5 ബേസിക് സയൻസ് പരിസ്ഥിതി പഠനം എക്സാം ആയിരുന്നു. എക്സാം ഈസി ആയിരുന്നു എല്ലാവർക്കും? ആൻസേഴ്സ് ഒക്കെ ശരിയാണോ ചെക്ക് ചെയ്യാവോ? യെസ്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, എ, ബി, സി. അതിൽ എ ക്വസ്റ്റ്യൻ, വി കനോട്ട് സീ എനർജി, നെയിം എനി 2 ഫോംസ് ഓഫ് എനർജി ദാറ്റ് വി ക്യാൻ എക്സ്പീരിയൻസ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള 2 ഫോം എനർജി എഴുതാനാണ് പറയുന്നത്. 2 രീതിയിലുള്ള എനർജി എഴുതാനാണ് പറയുന്നത്. ഊർജ്ജ രൂപങ്ങൾ എഴുതാനാണ് പറയുന്നത്. നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപങ്ങൾ ഏതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും? ഹീറ്റ് എനർജി എഴുതാൻ പറ്റും. ഹീറ്റ് എനർജി താപോർജ്ജം. അതുപോലെ തന്നെ ലൈറ്റ് എനർജി പ്രകാശോർജ്ജം എഴുതാൻ പറ്റും. പ്രകാശോർജ്ജം നിങ്ങളുടെ ഇതിൽ എഴുതിയിട്ടുണ്ടാവും. ഇതെല്ലാവർക്കും ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവുക. ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി ഇതൊക്കെ ആൻസേഴ്സ് ആണ്. ബി ക്വസ്റ്റ്യൻ, how can we reduce the heat loss in an open hearth while using firewood? അതായത് വിറക് ഉപയോഗിച്ചിട്ട് നമ്മൾ തുറന്ന അടുപ്പിൽ പാചകം ചെയ്യുമല്ലോ. ആ അടുപ്പിൽ പാചകം ചെയ്യുമ്പോൾ എങ്ങനെ താപനഷ്ടം കുറയ്ക്കാം എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും? നമുക്ക് ബൈ യൂസിങ് സ്മോക്ക്ലെസ് സ്റ്റൗ, സ്മോക്ക്ലെസ് പുകയില്ലാത്ത അടുപ്പുകൾ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള അടുപ്പുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ആൻഡ് സി ക്വസ്റ്റ്യൻ, classify the following fuels based on their physical states. Physical states അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാനാണ് പറയുന്നത്. എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആക്കിയിട്ട് സോളിഡിൽ വരുന്നതാണ് ഫയർവുഡും കോളും. കൽക്കരിയും അതുപോലെ തന്നെ ഈ ഫയർവുഡും വരുന്നത് സോളിഡ് ഖരത്തിലാണ്. ലിക്വിഡിൽ കെറോസിൻ, ജെറ്റ് ഫ്യൂൽ, നാഫ്ത ഇത് ലിക്വിഡിലാണ് വരുന്നത്. ഗ്യാസിൽ വരുന്നത് ബയോഗ്യാസ്, LPG. ഇതാണ് 1ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. 2ാമത്തെ ചോദ്യത്തിനും എ, ബി, സി ഓപ്ഷൻസ് ഉണ്ട്. 2ാമത്തെ ചോദ്യം, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് വൺ എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 1, പ്ലാന്റ്സ് ഡു നോട്ട് യൂസ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ എന്നാണ് ആദ്യത്തേത് പറയുന്നത്. 2ാമത്തേത് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 2, പ്ലാന്റ്സ് യൂട്ടിലൈസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഇതിൽ ശരിയെന്ന് പറയുന്നത് 2ആണ് ശരി. കാരണം സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിനായിട്ട് ഈ ഫോട്ടോസിന്തസിസിനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ, ബി ഓപ്ഷനിൽ 2 കുട്ടികൾ പരസ്പരം പറയാണ്. ചൈൽഡ് 1 പറയാണ്, കസ്കേഡ ഡസ് നോട്ട് ഹാം ദ പ്ലാന്റ് ഓൺ വിച്ച് ഇറ്റ് ലീവ്സ്. ചൈൽഡ് 2 പറയാണ്, ഇഫ് വാണ്ട ഗ്രോസ് ഓൺ എ പ്ലാന്റ് ഇറ്റ് വിൽ നോട്ട് ഹാം ദ ഹോസ്റ്റ് പ്ലാന്റ്. ഇതിൽ ഏതാണ് ശരി എന്ന് ചോദിക്കുകയാണ്. 2ാമത്തെ കുട്ടി പറയുന്നതാണ് ശരി. എന്താണ് ശരി ഇവിടെ വരുന്നത്? വാന്ത എന്താണ്? ഒരു എപ്പിഫൈറ്റ് ആണ് എന്ന് പറഞ്ഞാൽ
Vanda is an epiphyte. It grows on other plants for support. സപ്പോർട്ടിനാണ് മറ്റുള്ള പ്ലാന്റ്സിൽ വളരുന്നത്. But does not take nutrients from them. So it does not harm the host. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അത് ഹാം ആവുന്നില്ല. നമ്മുടെ സസ്യത്തിൽ നിന്ന്, മാതൃസസ്യത്തിൽ നിന്ന് ന്യൂട്രിയൻസ് ഒന്നും, പോഷകങ്ങളൊന്നും വലിച്ചെടുക്കാത്തത് കൊണ്ട് അത് പ്രശ്നമില്ല, ഹാം അല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ മൂടില്ലാത്ത ആളെയാണെങ്കിലോ എങ്ങനെയാ വരുന്നത്? അത് ഏത് സസ്യത്തിലാണോ ഇരിക്കുന്നത്, അതൊരു പരാത സസ്യമാണ്. ഏത് സസ്യത്തിലാണോ ഇരിക്കുന്നത് അതിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുക. അപ്പോൾ ചൈൽഡ് 2 പറഞ്ഞാണ് ശരി. C question. The links of a food chain are given below. Arrange them in the correct order. Correct order arrange ചെയ്യാനാണ്. അത് നിങ്ങൾ ആരോ കൊടുത്ത് എഴുതണം. ടീച്ചറുടെ കറക്റ്റ് ഓർഡർ ഏതാണെന്ന് പറയാം. ഫസ്റ്റ് ഗ്രാസ്, സെക്കൻഡ് worm, തേർഡ് hen, ഫോർത്ത് fox, ഫിഫ്ത്ത് vulture. ഇത് ആരോ കൊടുത്ത് എഴുതുക. ഓക്കെ, ഇതായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. മൂന്നാമത്തെ ചോദ്യം, read the following statements. Statement 1, a substance that gets dissolved is called a solvent. Statement 2, a solute dissolves in a solvent to form a solution. ഇതിൽ ശരി ഏതാണ്? രണ്ടാമത്തതാണ് ശരി വരുന്നത്. കാരണം ഒരു ലായനിയിൽ അലിഞ്ഞു ചേരുന്ന പദാർത്ഥം എന്ന് പറയുന്ന സൊല്യൂട്ടാണ് ലായനിയിൽ അലിഞ്ഞു ചേരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റ് വരുന്നത് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. ബി ആണ് ശരി ഉത്തരം വരുന്നത് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് 2 മാത്രമാണ് ശരി. അടുത്ത ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റഡ് ദ സ്പീഡ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് സബ്സ്റ്റൻസ്? വേഗത്തിൽ അലിയാൻ വേണ്ടിയിട്ട് നമുക്ക് ലായകത്തിൽ വേഗത്തിൽ അലിയാൻ എന്തൊക്കെ സ്വാധീനിക്കുന്നു എന്നാണ്. സ്റ്റിറിംഗ് ദ മിക്സ്ചർ, നമ്മൾ എന്ത് ചെയ്യണം? തുടർച്ചയായിട്ട് ഇളക്കണം. ടെമ്പറേച്ചർ, താപനില കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ചൂട് കൂടുന്നതിനനുസരിച്ച് പെട്ടെന്ന് ലയിക്കും. സൈസ് ഓഫ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ്, അതിന്റെ സൈസ് അനുസരിച്ചിട്ട് പൗഡർ രൂപത്തിലാണെങ്കിൽ പെട്ടെന്ന് അലിയും. അപ്പോൾ സൈസ് ചെറുതാണെങ്കിൽ പെട്ടെന്ന് അത് അലിയും. അപ്പോൾ അതാണ്. അപ്പോൾ ഈ മൂന്നുമാണ് അതിനുള്ള കാരണം. സ്റ്റിറിംഗ് ദ മിക്സ്ചർ, ടെമ്പറേച്ചർ, സൈസ് ഓഫ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആണ് മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ ആൻസർ, റൈറ്റ് സം സിറ്റുവേഷൻസ് ഇൻ വിച്ച് വി യൂസ് ദ എബിലിറ്റി ഓഫ് ഒബ്ജെക്ട്സ് ടു ഫ്ലോട്ട് ഓൺ വാട്ടർ. പ്ലവനക്ഷമത, അത് പൊങ്ങിക്കിടക്കുമല്ലോ വെള്ളത്തിൽ, അതിന് വരുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? യൂസിങ് ലൈഫ് ജാക്കറ്റ്സ് ഫോർ സേഫ്ലി ഇൻ വാട്ടർ. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ വേണ്ടി നമ്മൾ ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കും. അതുപോലെ ലൈഫ് ജാക്കറ്റ് ആണ്. പിന്നെ യൂസിങ് ബോട്ട്സ് ഓർ ഷിപ്സ് ഫോർ ട്രാൻസ്പോർട്ട്, നമ്മുടെ ട്രാൻസ്പോർട്ടായിട്ട് ബോട്ടും ഷിപ്പും ഉപയോഗിക്കുന്നത്. സ്വിമ്മിങ്, നീന്തൽ. അതുപോലെ തന്നെ വലിയ തടികൾ കണ്ടിട്ടുണ്ടോ പുഴകളിലൂടെ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ട് പോകുന്നത്? ഇതിനൊക്കെ എന്ത് ചെയ്യാം? ഇതൊക്കെയാണ് സന്ദർഭങ്ങൾ. നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മൈക്രോ ഓർഗാനിസം? മൈക്രോ ഓർഗാനിസം അല്ലാത്തത് ഹൗസ് ഫ്ലൈ ആണ്. ഓപ്ഷൻ എ ഹൗസ് ഫ്ലൈ. അടുത്ത്, വെക്ടേഴ്സ് ആർ ഓർഗാനിസം ദാറ്റ് ബ്രിങ് ഡിസീസ് ക്യാരിങ് മൈക്രോ ഓർഗാനിസം ഇൻ യുവർ ബോഡി. റൈറ്റ് ദ നെയിംസ് ഓഫ് എനി 2 വെക്ടേഴ്സ്. 2 വെക്ടേഴ്സിന്റെ പേര് എഴുതുക. മോസ്കിറ്റോ, ഹൗസ് ഫ്ലൈ, റാറ്റ്, ഇതെല്ലാം അതിൽ വരും. വിച്ച് ആർ ദ കണ്ടീഷൻസ് ഇൻ വിച്ച് മോസ്കിറ്റോസ് ബ്രീഡ്? മോസ്കിറ്റോ ഉണ്ടാവാനുള്ള മെയിൻ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? സ്റ്റാഗ്നന്റ് വാട്ടർ, കെട്ടിക്കിടക്കുന്ന വെള്ളം. പൊല്യൂട്ടഡ് ഏരിയാസ്, മലിനമായിട്ടുള്ള സ്ഥലങ്ങൾ. ഇതൊക്കെ എന്താണ്? മോസ്കിറ്റോ വളരാൻ സാഹചര്യം ഉണ്ടാക്കും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എയ്തർ 5A or 5B. 5A or 5B എഴുതിയാൽ മതി. 5A, what are the advantages of using electric vehicles? ഇലക്ട്രിക് വെഹിക്കിൾസ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്, എയർ പൊല്യൂഷൻ കുറയും. They do not cause air pollution. രണ്ടാമത്തെ കാര്യം എന്താണ്? They reduce the use of fossil fuels like petrol, diesel. ഇതിന്റെ ഉപയോഗം എന്ത് ചെയ്യാം? കുറയ്ക്കാനായിട്ട് കഴിയും. ഇനി ബി ക്വസ്റ്റ്യൻ, read the given statement and the reason. Statement, energy sources such as sunlight, wind and waves do not cause air pollution. Reason, these are not renewable energy resource. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷെ റീസൺ എന്ന് പറയുന്നത് തെറ്റാണ്. ഒന്നാമത്തെയാണ് ശരി. ഒന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ബയോഗ്യാസ് പ്ലാന്റ്സ്? ബയോഗ്യാസ് പ്ലാന്റ്സിന്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്നാണ് സി ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ്? പ്രൊവൈഡ്സ് ക്ലീൻ ഫ്യൂൽ ഫോർ കുക്കിംഗ്. ക്ലീൻ ആയിട്ടുള്ള ഫ്യൂൽ കിട്ടും. പിന്നെ വേസ്റ്റ് മെറ്റീരിയൽസ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഹൈ ക്വാളിറ്റി ഓർഗാനിക് മാനുവർ. വേസ്റ്റ് മെറ്റീരിയൽസ് നല്ല ജൈവവളമായിട്ട് മാറും. റെഡ്യൂസ് പൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതാണ് 5A ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി 5B ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ അപ്പ് ദ മിസ്സിംഗ് ഫാക്ട്സ് റിലേറ്റഡ് ടു ബേർഡ് വാച്ചിങ്. എന്തൊക്കെയാണ് വരിക? ബേർഡ് വാച്ചിങ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബീക്ക്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്
ഫീറ്റ്, അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫുഡ്, പിന്നെ എന്ത് പറയാം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫെദേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കളർ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. ബി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ലിവിങ് തിങ്സ് ആർ കറക്റ്റ്? ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. 2 and 3 ആണ് കറക്റ്റ്. ഹ്യൂമൻസ് ബിലോങ്സ് ടു ദ കാറ്റഗറി ഓഫ് മാമൽസ്, ആൻഡ്സ് ലീവ് ആസ് എ കമ്മ്യൂണിറ്റി. അപ്പോൾ 2 and 3 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി ശരി ഉത്തരം. ഓക്കെ, ഇനി നോക്കാം സി ക്വസ്റ്റ്യൻ. ക്ലാസിഫൈ ദ ഫോളോയിങ് ഓർഗാനിസം അപ്രോപ്രിയേറ്റ്ലി. ഇതിന് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ ക്രോ ഉണ്ട്, വുഡ് പെക്കർ ഉണ്ട്, കൗ, ഡോൾഫിൻ, പിജിയൺ, കാറ്റ്. ഇവിടെ ദോസ് ദാറ്റ് ഗീവ് ബർത്ത്, പ്രസവിക്കുന്നവ. ഇവിടെ വരുന്ന ക്രോ, അപ്പോൾ മുട്ടയിടുന്നവയാണ്. നമുക്ക് എന്ത് എഴുതാം, ദോസ് ദാറ്റ് ലേ എഗ്സ്, മുട്ടയിടുന്നവ. വുഡ് പെക്കർ മുട്ടയിടുന്നതാണ്, ബി. ഇവിടെ എഴുതേണ്ട ലേ എഗ്സ് ആണ്. ഇവിടെ വരുന്നത് വുഡ് പെക്കർ, ബി ഓപ്ഷനിൽ വുഡ് പെക്കർ വരും. സിയിൽ വരുന്നത് പ്രസവിക്കുന്നത്, ഡോൾഫിൻ ആണ്. ഡിയിൽ വരുന്നത് പിജിയൺ. ഇതിൽ ക്രോ, കാറ്റ്, കൗ, ഇത് ഇത്രയും ഇതിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കി നമ്മൾ തിരിച്ചെഴുതുക. 6A or 6B എഴുതിയാൽ മതി. 6A എന്ന് പറയുന്നത്, റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ ഗിവൻ ബിലോ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻസ്. സ്റ്റേറ്റ്മെന്റ്, animals with eyes on the front of their heads can preciously understand the distance and position of the object. Reason, they are able to see both the sides. ഇതിൽ എന്തൊക്കെയാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷെ റീസൺ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. റൈറ്റ് എനി 2 devices used by the visually challenged. 2 ഡിവൈസ് എഴുതാൻ, ബ്രൈലി എഴുതാം, ടോക്കിംഗ് വാച്ചും എഴുതാം. പിന്നെ സജസ്റ്റ് 4 healthy habits to be presented in a seminar on healthy habits for healthy eyes. സെമിനാറിന് വേണ്ടി 4 ഹെൽത്തി ഹാബിറ്റ്സിന്റെ 4 സെന്റൻസ് സജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്ത് ചെയ്യാം, നല്ല കണ്ണുകൾക്ക് വേണ്ടി ഈറ്റ് ഫുഡ് റിച്ച് ഇൻ വിറ്റാമിൻ എ. ഈറ്റ് ഫുഡ് റിച്ച് ഇൻ വിറ്റാമിൻ എ, വിറ്റാമിൻ എ അടങ്ങിയ ഫുഡ് കഴിക്കുക, ലൈക്ക് ക്യാരറ്റ്സ്, പപ്പായ, ലീഫി ഗ്രീൻസ്, ഇതുപോലുള്ളത്. വാഷ് ഐസ് വിത്ത് ക്ലീൻ വാട്ടർ റെഗുലർലി. ശുദ്ധജലം ഉപയോഗിച്ച് കണ്ണിടയ്ക്കിടയ്ക്ക് കഴുകുക. അവോയ്ഡ് റീഡിംഗ് ഇൻ വെരി ഡിം ഓർ വെരി ബ്രൈറ്റ് ലൈറ്റ്. മങ്ങിയ വെളിച്ചത്തിലോ നല്ല പ്രകാശമുള്ളിടത്തോ എന്ന് വായിക്കരുത്. മെയിൻറ്റെയിൻ എ പ്രോപ്പർ ഡിസ്റ്റൻസ് ഫ്രം ദ സ്ക്രീൻ വൈൽ വാച്ചിങ് ടി വി ഓർ യൂസിങ് എ ഫോൺ. ഒരു ടി വി കാണുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അതാണ് 6A ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇനി 6B നോക്കാം. കംപ്ലീറ്റ് ദ ബിലോ ഫോളോയിങ് ഈസ് എ ടേബിൾ ദാറ്റ് കണ്ടെയ്ൻസ് എ ലിസ്റ്റ് ഓഫ് ക്രീച്ചേഴ്സ് ആൻഡ് ദെയർ സ്പെഷ്യൽ എബിലിറ്റീസ്. ക്രൊക്കഡൈൽ സ്കിൻ, എന്താണ് പ്രത്യേകത? സെൻസിങ് മൂവ്മെന്റ് അല്ലെങ്കിൽ വൈബ്രേഷൻ സെൻസ് ഇൻ വാട്ടർ. ഡോഗ്, ഹിയറിംഗ് വരുന്ന ഓർഗൻ ഏതാണ്? ഇയർ ആണ്. ബെയർ, നോസ് എന്താ ചെയ്യുന്നത്? സ്ട്രോങ് സെൻസ് ഓഫ് സ്മെല്ലാണ്. ഈഗിൾ, ഡിസ്റ്റന്റ് വിഷൻ എന്തുപയോഗിച്ചാണ്? ഐ ഉപയോഗിച്ചാണ്. ABCD. Animals like tiger and lion have their eyes in front of their heads. How does this help them? ഇതിന്റെ ആൻസർ 6A A ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പൊസിഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഡിസ്റ്റൻസ് മനസ്സിലാക്കാനും ഒക്കെ ക്ലിയർ വിഷന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 6A നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. It helps them to accurately judge the distance to their prey and focus their vision for hunting. Understanding ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. Which of the following diseases does not affect the eyes? ഐസിന് അഫക്റ്റ് ചെയ്യാത്ത ഡിസീസസ് ഇതിൽ ഏതാണ്? എക്സിമ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും ആൻസേഴ്സ് നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 97464877
99. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദി ഉണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1-ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.